ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചക്കെന്ന് ചോദിച്ച ചുക്കുന്ന അയാളുടെ മറുപടി. ഹൈ, അയാളെ ഈ ജോലിന്ന് പിരിച്ചുവിടോ. സാറേ, അയാള് താൻ മാറ്റണില്ലെങ്കിൽ മാറ്റണ്ട. ഞാനും താനുമായിട്ടുള്ള എല്ലാ ഡീലിങ്സും ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. ഇതെപ്പോ വന്നു? മുഖത്ത് നല്ല ക്ഷീണമുണ്ടല്ലോ മാധവേട്ട, എന്തു പറ്റി? ഇന്നും ജോലി സ്ഥലത്ത് നല്ല വർക്കുണ്ടായിരുന്നേ. സെക്യൂരിറ്റി പണിക്ക് പോകുന്ന മാധവേട്ടൻ മറ്റു പണികളൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തിനാ? ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും പറ്റില്ല ചന്ദ്രു. സെക്യൂരിറ്റി യൂണിഫോം ഇട്ടാലും അവര് പറയുന്ന വേറെ പണികളൊക്കെ ചെയ്തേ പറ്റൂ. അങ്ങനെ താങ്ങാൻ കഴിയാത്ത പണിയാണെങ്കിൽ ഈ സെക്യൂരിറ്റി പണി അങ്ങ് നിർത്ത് മാധവേട്ട. സെക്യൂരിറ്റി പണി നിർത്താന്ന് അച്ഛൻ സമ്മതിക്കും. അത്രയ്ക്ക് അടുത്ത പൊന്താത്ത പണിയല്ലേ ആ കോൺട്രാക്ടർ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. പണി നിർത്താതെ വേറെ നിവൃത്തില്ല. ചന്ദ്രു, കഷ്ടപ്പാടോർത്ത് ഈ പണി ഇപ്പൊ കളഞ്ഞിട്ട് വന്നാലേ വേറൊരു പണി എവിടെ കിട്ടും? ഈ പ്രായത്തിൽ ഇനി ആരും എനിക്ക് പണി തരില്ല. അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോവുകയേ മാർഗമുള്ളൂ. എന്നിട്ടും പണിവിടാൻ ഭാവമില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അച്ഛൻ്റെ ഈ പണിക്ക് പോക്ക് നിർത്തണം. വെറുതെ മനുഷ്യനെ നാണം കെടുത്താൻ ഈ സെക്യൂരിറ്റി പണി തെറിപ്പിച്ചേ പറ്റൂ. പുറത്തേക്ക് ഇങ്ങ് പോവാനുണ്ടെന്ന് എന്നോട് പറഞ്ഞ ആള് തിരിച്ചു കയറി പോയതെന്താ? എന്തോ പന്തികേടുണ്ടല്ലോ. ഒഴിഞ്ഞു മാറാൻ ഞാൻ നോക്കിയിട്ടും അയാൾ എന്നെ കൊണ്ട് സിമന്റ് ഇറക്കിച്ചു. എന്റെ അച്ഛന്റെ പ്രായം പോയി, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി ഞാനോ. മൾട്ടിപർപ്പസിനായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെറുപ്പക്കാരനെ വേണം വെക്കാൻ. താങ്കൾ പറയുന്നത് ശരിയാ. ആളിത്തിരി ഏജ് ഓവറാ. ഹലോ. ആ, പറഞ്ഞോളൂ. ആകെ പരാതിയാണല്ലോ തന്റെ സെക്യൂരിറ്റിയെ പറ്റി. എന്തു പറ്റി പ്രകാശ് സാറേ? ആള് വെറും പാവമാണല്ലോ. എടോ, അയാളുടെ പെരുമാറ്റവും രീതിയും അത്രയ്ക്ക് ശരിയല്ല. ഒരു കാര്യത്തെക്കുറിച്ചും അയാൾക്കൊരു ധാരണയുമില്ല. ഹേ, അയാൾക്ക് ചെവി പോലും കേൾക്കില്ല എന്ന് എനിക്ക് തോന്നുന്നേ. ചക്കെന്ന് ചോദിച്ച ചുക്കുന്ന അയാളുടെ മറുപടി. ഹൈ, അയാളെ ഈ ജോലിന്ന് പിരിച്ചുവിടോ. സാറേ, അയാള് താൻ മാറ്റണില്ലെങ്കിൽ മാറ്റണ്ട. ഞാനും താനുമായിട്ടുള്ള എല്ലാ ഡീലിങ്സും ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കാൻ പോവാ. സാറേ, വേണ്ട. അയാളെ ഞാൻ പറഞ്ഞുവിടാം. ആ, അങ്ങനെ വഴിക്കുവാ.
ഒരു കാര്യം പറഞ്ഞാലേ പറഞ്ഞതുപോലെ തന്നെ ചെയ്യണം. ഇവിടെ താൻ മാത്രമല്ലടോ കോൺട്രാക്ടർ ഉള്ളത്. സാർ, ഞാൻ അയാളെ പറഞ്ഞു വിട്ടോളാം. സാർ ഫോൺ കട്ട് ചെയ്തോളൂ. ഇന്ന് തന്നെ വേണം. ഇന്ന് തന്നെയല്ല, ഇപ്പൊ തന്നെ വേണം. മനസ്സിലായടോ? ശരി സാർ, ഓക്കെ. ആ പ്രകാശേട്ടൻ ആരെയും ഫോൺ ചെയ്തേ? എന്തോ സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആ സെക്യൂരിറ്റി. ആ ഫോൺ ചെയ്തതേ ഇന്ത്യൻ പ്രസിഡന്റിനെ. നിന്റെ ചത്തുപോയ അച്ഛനെ ചീഫ് സെക്യൂരിറ്റി ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചതാ. ഇനി വല്ല അറിയണോടി? എങ്കിൽ ചോദിക്കടി. ഒളിഞ്ഞു കേൾക്കുന്നതേ അത്ര നല്ല സ്വഭാവമല്ല. ആ എന്തോ കാര്യമായ പ്രശ്നമുണ്ടല്ലോ. എന്തായിരിക്കും അത്? മാധവേട്ട, മാധവേട്ട, ദാ ചായ. ചായ കുടിച്ചിട്ട് മാധവേട്ടനൊന്ന് ചെന്ന് കുളിക്ക്. ഞാൻ വെള്ളം ചൂടാക്കി തരാം. ആ സാറാണല്ലോ. ആ സാറേ. മാധവേട്ട. പറയൂ സാർ. മാധവേട്ട, മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് പണികളൊക്കെ കുറവാ. സ്റ്റാഫിനെ കുറച്ചേ പറ്റൂ. പൊതുവെ എല്ലായിടത്തും ബിസിനസ് പ്രശ്നമാണല്ലോ. സാറേ, സാറ് പറയുന്ന പണികളൊക്കെ ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ല മാധവേട്ട, അക്കാര്യത്തിലൊന്നും എനിക്ക് പരാതിയില്ല. പിന്നെന്താ സാറേ? എല്ലാവർക്കും കൂടി ശമ്പളം കൊടുക്കാൻ ഇപ്പൊ ബുദ്ധിമുട്ടാ. പോരാത്തതിന് ഇപ്പോ കമ്പനി മാർക്കറ്റിംഗ് ഒക്കെ ഡള്ള. കിട്ടുന്ന വരുമാനത്തെക്കാൾ ചിലവ് കൂടുതലാ ഇപ്പൊ തന്നെ. സത്യം പറഞ്ഞ ലോസിലാ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഈ ഒരു അവസ്ഥയിൽ സ്റ്റാഫുകളെ കുറയ്ക്കുന്ന ലിസ്റ്റ് എടുത്തപ്പോ നൈറ്റ് സെക്യൂരിറ്റി മുതൽ കമ്പനി സ്റ്റാഫുകളുടെ എണ്ണം വരെ കുറയ്ക്കേണ്ടി വന്നു. അതുകൊണ്ടാ. നിങ്ങൾ നല്ല ആത്മാർത്ഥതയുള്ള ആളാ, വിശ്വസിക്കാം.